നമുക്ക് ചില മാറ്റങ്ങൾ ഈ കുട്ടികളിലൂടെ ആരംഭിക്കാം. ഇന്ത്യയിൽ പല ഭാഗത്തുമുള്ള ഇത്തരം കമ്മ്യൂണിറ്റികളിലേക്ക് ഞങ്ങൾ ഈ ഫുട്ബോളുമായി ഇറങ്ങിച്ചെല്ലുകയാണ്. 13 ഫൗണ്ടേഷൻ്റെ നേതൃത്വത്തിൽ പ്ലാൻ ഡി ട്രിപ്സുമായി സഹകരിച്ച് സോക്കർ സഫാരി എന്ന യാത്ര ഞങ്ങൾ ഇവിടുന്ന് തുടങ്ങുകയാണ്. 4 മാസം കൊണ്ട് ഇന്ത്യ മുഴുവൻ സഞ്ചരിച്ച് ഫുട്ബോളിലെ പല പ്രമുഖരെയും കണ്ട് കുട്ടികൾ ഈ ഫുട്ബോളിലൂടെ വളർന്നു വരേണ്ട ആവശ്യകതയെക്കുറിച്ച് സംസാരിച്ച് ഇന്ത്യയിൽ പലയിടത്തും ഇത്തരം സെന്ററുകൾ സ്ഥാപിച്ച് അവർക്ക് അവസരമൊരുക്കുക എന്ന വലിയ ലക്ഷ്യത്തോടെ ഞങ്ങൾ ഈ യാത്ര ആരംഭിക്കുകയാണ്. ഡേ 10 ഇപ്പോൾ ചെങ്കൽപ്പേട്ടിലുള്ള അല്ലേ, ചെങ്കൽപ്പേട്ടിൽ ഇത് ഫോറസ്റ്റ് ഗസ്റ്റ് ഹൗസ് ആണ്. ഇന്നലെ ഇവിടെയായിരുന്നു സ്റ്റേ. ഇപ്പോൾ നമ്മൾ മഹാബലിപുരം പോകുന്നു. മഹാബലിപുരം ചെന്നൈ FC മദ്രാസിന്റെ ട്രെയിനിങ് ഉണ്ട്. വെങ്കി ഭായി ആണ് അവിടെ കോച്ച്. ഗ്രാസ് റൂട്ട് ലെവലിൽ നല്ലൊരു അക്കാഡമി നടക്കുന്നുണ്ട് ഇവിടെ ചെന്നൈയിൽ, FC മദ്രാസ് എന്ന് പറഞ്ഞിട്ടുള്ള തമിഴ്നാട്ടിൽ. അപ്പോൾ കുട്ടിമണി എൻ്റെ ഒപ്പം കളിച്ചിട്ടുള്ള. അപ്പോൾ വെങ്കി ഭായി നമ്മുടെ ടീമിന്റെ കോച്ചായിരുന്നു. അപ്പോൾ നമ്മൾ അവരെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ പരിപാടി അതാണ്. ഇപ്പോൾ മഹാബലിപുരത്തേക്ക് പോകുന്നത്. ഇവിടുന്ന് ഇപ്പം ഏകദേശം 6:20 നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. സമയം കളയാനില്ല. ഇവിടെ വന്ന് തിരിച്ചു വന്നിട്ട് വേണം കാഞ്ചീപുരം പോകാൻ. രണ്ടും 2 സൈഡാണ്. കാഞ്ചീപുരം ഈ സൈഡും മഹാബലിപുരം ഈ സൈഡുമാണ്. മഹാബലിപുരം പോയി തിരിച്ചിതേ വഴി തന്നെ നമുക്ക് കാഞ്ചീപുരം വന്നിട്ട് വേണം ചെന്നൈയിലേക്ക് പോകാൻ. ചെങ്കൽപ്പേട്ടിൽ നിന്ന് നമ്മൾ നേരെ പോയത് മഹാബലിപുരത്താണ്. ആക്ച്വലി മഹാബലിപുരം അല്ല, മാമല്ലപുരം എന്നുള്ളതാണ് സ്ഥലത്തിൻ്റെ പേര്. മഹാബലിപുരത്ത് നിന്ന് ഒരു 6 കിലോമീറ്റർ മാറിയിട്ട് തോന്നുന്ന സ്ഥലം. അവിടെയാണ് FC മദ്രാസിൻ്റെ ട്രെയിനിങ് ഫെസിലിറ്റീസ് ഉള്ളത്. വെങ്കി ഭായ് എൻ്റെ ഒക്കെ കോച്ചായിരുന്നു നമ്മുടെ നാഷണൽ ടീം കളിക്കുമ്പോൾ. അതുമാത്രമല്ല ഒരു ഗംഭീര പ്ലെയർ ആയിരുന്നു ഇത്ര സമയത്ത്. ട്രെയിനിങ് ഫെസിലിറ്റി ഗംഭീര ഫെസിലിറ്റിയാണ്. ഞാൻ എൻ്റെ കരിയറിൽ അല്ലെങ്കിൽ ഞാൻ കളിച്ചിട്ടൊന്നും ഞാൻ ഇങ്ങനത്തെ ഒരു അക്കാദമിക്ക് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് ഫെസിലിറ്റീസ് ഞാൻ കണ്ടിട്ടില്ല. താമസമാവട്ടെ, ജിമ്മാവട്ടെ, അവരെ ഗ്രൗണ്ടുകളാവട്ടെ. അവർക്ക് ഗ്രൗണ്ട് എന്ന് പറയുന്നത് ട്രെയിനിങ് ഗ്രൗണ്ട് ഉണ്ട്, സിന്തറ്റിക് ഗ്രൗണ്ട് ഉണ്ട്, ഹൈബ്രിഡ് ഗ്രൗണ്ട് ഉണ്ട്. എല്ലാ രീതിയിലുള്ള ഗ്രൗണ്ടുകളും അവർക്ക് അവിടെ ഉണ്ട്. കുട്ടികൾക്ക് താമസിക്കാനുള്ള സ്ഥലം, ഫിസിയോസിന് സ്പെഷ്യൽ റൂം, ട്രീറ്റ്മെന്റിന്റെ റൂമുകൾ, അങ്ങനെ സ്കൂളുകളടക്കമുള്ള അടിപൊളി സ്ഥലമാണ്. എന്താ പറയുക, വളരെ ഗംഭീരമായ സ്ഥലം. 62ഓളം കുട്ടികൾ അവിടെ പഠിക്കുന്നുണ്ട്. കുറച്ച് മലയാളി കുട്ടികളുണ്ട്. നല്ലോണം കളിക്കും. നമ്മൾ അവർ ട്രെയിനിങ് കണ്ടു. നാളെ എനിക്ക് തോന്നുന്നു നാളെ അവർക്ക് പ്രാക്ടീസ് മാച്ച് ഉണ്ട് പരസ്പരം Under 15 Under 17. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ ആയിരുന്നു ഇന്ന്. അപ്പോൾ അവരെ കളിയും കാര്യങ്ങളൊക്കെ കുറച്ച് സമയം കണ്ടിരുന്നു. അതിനുശേഷം ഈ ഫെസിലിറ്റി മൊത്തം കണ്ടു. ട്രെയിനിങ് കഴിഞ്ഞ് കുട്ടിമൺ നമ്മൾ കൂടെ പുറത്തേക്ക് വന്നു. ഞങ്ങളെ ബ്രേക്ക്ഫാസ്റ്റിന് കൊണ്ടുപോയി. ബ്രേക്ക്ഫാസ്റ്റ് കഴിപ്പിച്ചതിന് ശേഷം ഈ പറയുന്ന മഹാബലിപുരത്തുള്ള അല്ലെങ്കിൽ മാമല്ലപുരത്തുള്ള സാധനങ്ങൾ മൊത്തം നമ്മളൊന്ന് ചുറ്റി കാണിച്ചു. അവിടെ ഈ പറയുന്ന ശ്രീകൃഷ്ണൻ്റെ ബട്ടർ ബോൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാറയുണ്ട്. അതായത് ആ പാറ ഒരു എന്താ പറയുക, വേറൊരു ചെറിയ കുന്നിൻ്റെ മേലെ നിൽക്കുന്നത്. എപ്പോൾ താഴെ വീഴാമെന്നുള്ള രീതിയിലാണ്. പക്ഷേ അത് വീഴൂല എന്ന് മാത്രമല്ല, ഈ പറയുന്ന 20th സെഞ്ച്വറിൻ്റെ തുടക്കത്തിലൊക്കെ അത് എടുത്തു മാറ്റാൻ വേണ്ടി നോക്കിയിട്ട് അത് അനക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. കൃഷ്ണാസ് ബട്ടർ ബോൾ എന്നാണ് പേരെങ്കിലും കൃഷ്ണനുമായിട്ട് യാതൊരു ബന്ധമില്ല എന്നാണ് അവർ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം അവിടെയുള്ള അമ്പലങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചുറ്റി കണ്ടു. സീഷോർ ടെമ്പിൾ എന്ന് പറഞ്ഞിട്ട് ഈ പറയുന്ന ഈ സീഷോറിൻ്റെ അടുത്ത് നല്ല അടിപൊളി ഒരു ടെമ്പിൾ ഉണ്ട്. അതും ഈ പറയുന്ന പഴയ കാലത്തെ തന്നെ. അതും പോയി കണ്ടു. അതെല്ലാം നമ്മൾ പോയി കണ്ടതിനെക്കാട്ടും കൂടുതൽ കുട്ടിമണി നമ്മളെ കൊണ്ടുപോയി കാണിച്ചു എന്ന് പറയാം. അതിനുശേഷം അവിടെ ബീച്ചും കാണിച്ചു തന്നതിന് ശേഷം ഈ പറയുന്ന മൂർത്തികളെ ഉണ്ടാക്കുന്ന സ്ഥലത്ത് ഞങ്ങളെ കൊണ്ടുപോയി അവരുടെ അടുത്ത് സംസാരിപ്പിച്ച് ഫോട്ടോ എടുപ്പിച്ച് വീഡിയോസ് എടുപ്പിച്ചതിന് ശേഷം മാത്രമാണ് കുട്ടിമണി അവിടെ നിന്ന് നമ്മളെ വിട്ടത്. പേരെന്നാ? அரவிந்தா. எத்தனை வருஷமா இது ஸ்டார்ட் பண்ணி? இது நான் ஒரு 5 வருஷமா செய்கிறேன். 5 வருஷமா? எங்கே இருக்கு படிச்ச? படிக்கலாம் இல்லை, செய்யலதான்.
അപ്പോൾ നമ്മളിപ്പം രാജീവ് ഗാന്ധിയുടെ സ്മൃതി മണ്ഡപം കണ്ടിട്ട് ചെന്നൈയിലേക്ക് പോവാം. മെയ് 21 രാജീവ് ഗാന്ധി മരിച്ചത്. ഈ വഴി ഇതാണ് രാജീവ് ഗാന്ധി ലാസ്റ്റ് നടന്ന വഴി. അതാണ് ഇവിടെ എഴുതി വെച്ചത്. അവിടെയാണ് ഭൂമുണ്ടായതല്ലേ? അപ്പൊ അവിടെ എന്തെങ്കിലും ഉണ്ടാവും, നോക്കാം. രാജീവ് ഗാന്ധി വീണ് മരിച്ച സ്ഥലത്ത് അവര് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചെന്നൈയിലാണ് അപ്പോൾ നമ്മളെ സ്റ്റേ. അതിനു മുന്നേ നമ്മൾ കാഞ്ചീപുരത്ത് പോയിട്ട് പട്ടുണ്ടാക്കുന്നത് കണ്ടു. പട്ടുണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ നൂലല്ല, നെയ്ത്ത് കണ്ടു. ഒരു ആളുണ്ടാക്കിയിരുന്നത് കുറച്ച് വില കൂടിയ പട്ടായിരുന്നു. ഏകദേശം 1.5 ലക്ഷം രൂപ വരുന്ന പട്ട പറയുന്നത്. മൂപ്പര് പറയുന്നത് അതൊരു 25 ദിവസമാവും ഒരു സാരി നെയ്തെടുക്കാൻ. 25 ദിവസം കഴിഞ്ഞാൽ അവരത് സൊസൈറ്റിക്ക് കൊടുക്കും. സൊസൈറ്റി അവർക്ക് ഏകദേശം 10,000 രൂപേൻ്റെ അടുത്താണ് അവർക്ക് ഒരു മാസത്തെ ഒരു സാരിക്കുള്ള വില കൊടുക്കുന്നത്. അതേപോലെ തന്നെ രണ്ടാമത്തെ വീടിലും അത് കുറച്ചും നല്ലതെന്ന് പറഞ്ഞാൽ കമ്പാരിറ്റീവ്ലി നല്ല സെറ്റപ്പാണ്. சிறந்த நெசவாளருக்கான அவார்டு, தேசிய விருது. ഇനിയിപ്പോൾ നേരെ ചെന്നൈയിലേക്ക് പോവുകയാണ്. ചെന്നൈയിലും ഈ പറയുന്ന ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തന്നെയാണ് നമ്മുടെ താമസ സൗകര്യം ഉള്ളത്. ഇന്ന് എനിക്ക് തോന്നുന്നു കുറച്ച് നേരത്തെ അവിടെ എത്തുന്നു തോന്നുന്നു. കാരണം